ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൊല്ലാൻ ഞാൻ തീരുമാനിച്ച പിന്നെ അത് തടയാൻ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല. അണ്ണാ ഇതിലേതാ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഗുളിക? അല്ലെങ്കിൽ വേണ്ട, എല്ലാം ഒരുമിച്ച് കഴിച്ചോ. ദാ എല്ലാം നല്ലതാ, കഴിച്ചോ. ഇത്രയും ഗുളിക ഞാൻ രാത്രി കഴിക്കാറില്ല. അതെന്താ കഴിച്ചാല്? നിനക്കെന്താ ഇറങ്ങത്തില്ലേ? കഴിക്കടാ. ആ ഗുളിക എല്ലാം കൂടെ അയാളുടെ അണ്ണാക്കിലിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കടാ. സൂപ്പർ ഐഡിയ ആണോ? ഡാ കുറച്ച് വെള്ളം എടുക്ക്, അല്ലെങ്കിലേ ഗുളിക ഒഴുകി ചത്തുവോ. എന്നാ കഴിക്ക്. രാത്രി ഇത്രയും ഗുളിക ഞാൻ കഴിക്കാറില്ലെന്ന് പറഞ്ഞില്ലേ? അതെന്ത് ഇത്രയും ഗുളിക കഴിച്ചാല് ഇറങ്ങത്തില്ലേ? ഏതൊക്കെ ടാബ്ലറ്റ്സ് ആണ് ഓരോ സമയത്ത് കൊടുക്കുന്നതെന്ന് അർച്ചനടുത്തേക്ക് മാത്രമേ അറിയൂ. ആ ബോക്സിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടാബ്ലറ്റ്സ് ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. വെറുതെ കളയുന്നത് എന്തിനാ? അതെല്ലാം കൂടി കൊടുക്കരുത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികളുണ്ടെങ്കിൽ അച്ഛൻ മരിച്ചു പോവും. ആണോ? എന്നാ പിന്നെ അതെല്ലാം കൂടി കൊടുത്തേക്ക് തമ്പാനെ. ശരി അണ്ണാ. കഴിക്കടോ, കഴിക്കാൻ. ഇനി ഞാൻ കഴിപ്പിക്കണായിരിക്കും. കഴിക്കടോ അങ്ങോട്ട്. കൊടുക്കരുത്. കഴിക്കാൻ. വേണ്ട. എന്തായിരുന്നു കഴിക്കടോ. തുറക്ക്. മോർഡോ, അച്ഛന് മരുന്ന് ഞാൻ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞല്ലേ? അതിനൊന്നും സമയമില്ല, ഞങ്ങൾക്ക് വേഗം പോണം. എന്തുപറ്റി? ഇവന്റെ കവളിലൊരു പാട്. മുറിയിൽ വെച്ച് പോലീസിനെ വിളിക്കാൻ നോക്കി, അതിനൊരു ഗിഫ്റ്റ് കൊടുത്തതാ. എന്തിനാ ഇങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് ആവശ്യമില്ലാതെ അടിമേടിക്കുന്നത്? അർച്ചനെ, ഞാനൊരു കോംപ്രമൈസ് പറയാം. ഇത് ലാസ്റ്റ് കോംപ്രമൈസ് ആയിരിക്കും. അണ്ണൻ പറയണ. ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടി ചോദിക്കാം. ക്ഷമയുടെ ലാസ്റ്റ് സ്റ്റോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ പിന്നെ സ്റ്റോപ്പിലാണ്. ഞാനൊന്ന് പറയട്ടെ തമ്പാനെ. ഒരു വാക്ക്, അർച്ചനയുടെ ഒരു വാക്ക് മാത്രം മതി. അനൂപ് എവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞങ്ങൾ പൊക്കോളാം. എനിക്കത് പറയാൻ മനസ്സില്ലെങ്കിലോ? അനൂപേണ്ണ എന്റെ സഹോദരനാ. അദ്ദേഹത്തെ കൊല്ലാൻ ഞാൻ കൂട്ടുനിൽക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിന്റെ ആങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി കൊലക്കെടുക്കാന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? ഇവള് പറയില്ല. തല്ലിക്കൊന്നാലും ഇവള് പറയില്ല. ഇനി ഞാൻ ക്ഷമിക്കില്ല. നിങ്ങൾക്കുള്ള സമയം അവസാനിച്ചു. ഇനി നീ പറഞ്ഞാലും മതി. പറടാ, അവനെ നിങ്ങൾ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? അർച്ചന പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുമെന്ന് താൻ കരുതിയോ? ഒരിക്കലുമില്ല. അനൂപേട്ടൻ എന്റെ സഹോദരനാ. അനൂപേട്ടനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരില്ല. വാക്ക് പറഞ്ഞിട്ട് തെറ്റിക്കുന്നോടാ. അവനെ കൊണ്ടുതരാന്നേറ്റത് നീയല്ലേ? നീ തന്നെ പറയും. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറടാ, അവനെ നീ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? എന്നെ കൊന്നാലും ഞാൻ പറയില്ല. എന്താ എന്റെ മക്കളെ ഒന്ന്
ഒറ്റയാണ് ഇറങ്ങി പോരുത്. കൈയെടുക്ക്. നീ നേരത്തെ പറഞ്ഞില്ലേ എല്ലാത്തിനും ചുട്ടു തിന്നാൻ? ചുടാൻ തന്നെയാണ് പോകുന്നത്, ചുട്ട് ചാമ്പലാക്കാൻ. തമ്പാനെ റെഡിയാണ്. കറുപ്പണിഞ്ഞ പിന്നെ ഞാൻ കാലനാണെന്ന് ചിലർ പറയുമ്പോ ഞാനത് എതിർക്കാത്തത് അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമായതുകൊണ്ടല്ല, അത് സത്യമായതുകൊണ്ടാ. കൊല്ലാൻ ഞാൻ തീരുമാനിച്ച പിന്നെ അത് തടയാൻ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല. അണ്ണാ ഇത് പെട്രോളാ. ഇനി ഒരൊറ്റ ചോദ്യം, അതിനുള്ള നിന്റെ ഉത്തരത്തില് ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ജീവിതം മാത്രമല്ല മരണവും ഉണ്ട്. ഇപ്പൊ നിന്റെ കയ്യിലാ ഇവിടെ എല്ലാവരുടെയും ജീവൻ. ഇവരൊക്കെ ജീവിക്കണോ മരിക്കണോന്ന് നിനക്ക് തീരുമാനിക്കാം. പറ, എവിടെ അനൂപ്? നിങ്ങളോടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. തമ്പാനെ റെഡിയാണോ? എന്താ നിങ്ങൾ കാണിക്കുന്നത്? വിടാൻ. ചേട്ടാ. അച്ഛാ. എന്റെ മക്കളെ ഈ ഒന്നും കാരണം ചെയ്യല്ലേ? ഈ വീട്ടിലുള്ള എല്ലാവരും കത്തി തീരാൻ പോവാ. അർച്ചനെ, ഈ കുടുംബം മുഴുവൻ കത്തി തീരട്ടെന്നാണോ നീ വിചാരിക്കുന്നത്? അച്ഛാ, അച്ഛനെങ്കിൽ ഇവളോടൊന്ന് സത്യം പറയാൻ പറഞ്ഞൂടെ? ഇല്ലെങ്കിൽ നമ്മൾ എല്ലാരും ഇതിനകത്ത് കിടന്ന് കത്തി ചാമ്പലാവും. അർച്ചനെ, എന്തിനാ നീ ഞങ്ങളെല്ലാരും ഇങ്ങനെ കുരുതി കൊടുക്കുന്നത്? ഞങ്ങളൊക്കെ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ദേ, ഈ വീടിനകത്ത് 2 കുഞ്ഞുങ്ങളുണ്ട്. അകത്ത് രോഗിയായ എന്റെ ഭർത്താവ് എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്നുണ്ട്, എന്റെ നന്ദേട്ടൻ. അവര് നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? അവരുടെ ജീവന് പോലും നിനക്ക് ഒരു വിലയില്ല. അതിനേക്കാൾ വലുതാണ് നിനക്ക് നിന്റെ ആങ്ങളുടെ ജീവിതം. സച്ചിയെങ്കിലും ഒന്ന് സത്യം പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ ഇയാള് നമ്മളെല്ലാരും കൊല്ലും. മോളെ, ഞാനൊരു വയസ്സനാ. മരിക്കാൻ എനിക്ക് ഒരു പേടിയില്ല. പക്ഷെ ഈ വീട്ടിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, അത് നീ മറക്കരുത്. അച്ഛാ, നന്ദൻ എഴുന്നേക്കാൻ പോലും വയ്യാതെ അകത്ത് കിടക്കുന്നുണ്ട്.